ಅದನೇನು ರೋಜಾ ಅಶಗಿ ಖದೀಜ അകമലറുള്ളിലെങ്കിൽ ബാത്റൂമെങ്കും വിധമെങ്കിലാടി പാടി അതബിയൽ തെളിപ്പങ്കി തിരെ തിങ്കൾ നബി തങ്ങൾ അഹമ്മദ് ഫലം കൂടി. നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മോളെ സപ്പോർട്ട് ചെയ്യുക. മോളെ ഈ വീഡിയോ കാണുന്നവരുടെ നമുക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് കഴിവുകളെ തിരിച്ചറിയുക. പരിമിതികൾ എല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണിന് കാഴ്ച ഈ പൊന്നുമോക്ക് ദൈവം നൽകിയിട്ടില്ലെങ്കിൽ പോലും പരിമിതികൾ ഉള്ള ഈ ഒരു ലോകത്ത് അവർ ജീവിക്കുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള അസാധ്യ കലാകാരിയെയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. സീസൺ കലോത്സവത്തിന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഫസ്റ്റ് ഒക്കെ നേടിയിട്ടുള്ള മിടുക്കിയാണ്, എ ഗ്രേഡ് അടക്കം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയില്ലാത്ത ഒരു മോളാണ്, അപാര ടാലൻ്റാണ്. നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത്. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണോ മിടുക്കിട്ടോ? എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എന്താണ് പേര്? എൻ്റെ പേര് റിൻഷ എന്നാണ് അല്ലേ? അത് ശരി. ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? മൗലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ചേന്നര, തിരൂരാണ് അല്ലേ? അത് ശരി. പിന്നെ ഇതാരാ പഠിപ്പിച്ചത്? ആക്ച്വലി ഞാൻ ഇപ്പം തനിയെ തന്നെയാണ് പഠിച്ചത്, കേട്ട് പഠിച്ചായിരുന്നു. പിന്നെ കറക്ഷൻസ് ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു 7 years ആയിട്ട്. അതെ, ഞാൻ ബ്ലൈൻഡ് സ്കൂളിലാണ് 1 to 7th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂൾ ലെവൽ ഇവിടെ നാട്ടിൽ തന്നെ പൂർത്തിയാക്കി. പിന്നെ ഹയർ സെക്കൻഡറിയും നാട്ടിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഡിഗ്രി ഇവിടെ മൗലാന കോളേജിൽ വന്നു ജോയിൻ ചെയ്തു. ഞാൻ നാഷണൽ അവാർഡ് വിന്നറാണ്. ഫോർ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡിന്റെ രാഷ്ട്രപതിയിൽ നിന്ന്. അതുപോലെ ഉജ്ജ്വല ബാല അവാർഡ് വിന്നറാണ്. ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ്, ബാലശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയും. അത് യങ് സയന്റിസ്റ്റ്, കുട്ടികളെ യങ് സയന്റിസ്റ്റ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അനൗൺസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആദ്യത്തെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള യങ് സയന്റിസ്റ്റ്, ബ്ലൈൻഡ് യങ് സയന്റിസ്റ്റ് ആയിട്ട് അന്നത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന വെങ്കയ്യ നായിഡു സാർ എന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് 7 വർഷം മാപ്പിളപ്പാട്ടില് ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു സ്റ്റേറ്റില്. അതുപോലെ മലയാളം പോം റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ഇതിലൊക്കെ എനിക്ക് പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. അതെല്ലേ? ഈ കണ്ണിന് ഇങ്ങനെ ചെറുപ്പത്തിലുള്ളതാണോ? ആക്ച്വലി ഞാൻ പ്രീമെച്യൂർഡ് ആണ്, 6 months ബേബിയാണ്. അപ്പം എനിക്ക് ഡോക്ടേഴ്സിന്റെ ഓക്സിജന്റെ അളവ് കൂടുകയും അങ്ങനെ വെയിന് പ്രശ്നം പറ്റുകയാണ് ചെയ്തിട്ടുണ്ട്. അത് ശരി. പിന്നെന്താ പറയാ, ദൈവം നമുക്ക് ഓരോരോ കഴിവുകൾ തരും. ആ കഴിവിനെ തിരിച്ചറിയുകയും മോള് നമ്മളെക്കാട്ടിയൊക്കെ എത്ര ഉയരങ്ങളിലാണെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം. പിന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാ, കവിതാലാപനത്തിന് വേറെ എന്തൊക്കെ മത്സരത്തിലാണ് ഉണ്ടായിരുന്നത്? മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു. അതെ, ഇന്നലെ ആയിരുന്നു മാപ്പിളപ്പാട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഐ തിങ്ക് സോ ഒരു 95 എന്നാണ് ഞാൻ അറിഞ്ഞത്. അത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതെ, അത് ശരി. ആ മാപ്പിളപ്പാട്ടിന്റെ 2 പേരും ഒന്ന് പാടിത്തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അശകി ഖദീജ അകമലറുള്ളിലെങ്കിൽ ബാത്റൂമെങ്കും വിധമെങ്കിലാടി പാടി അതബിയൽ തെളിപ്പങ്കി തിരെ തിങ്കൾ നബി തങ്ങൾ അഹമ്മദ് ഫലം കൂടി. അതിരങ്കൽ കാതിൽ മങ്കും മദീ ത്വാഹിറ പുവിയാകയിൽ മിക ഭാഗ്യമ തികവോതിടുന്ന ത്യാഗമല്ലിക. അടിപൊളിട്ടോ. ഒരു ഭാഗമാണ്, ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടതല്ലേ? എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ എന്താ പറയുക, കലാപരമായിട്ടും നിങ്ങൾ ഒരുപാട് മുന്നിലാണ് അല്ലേ? അപ്പോൾ എന്തായാലും എത്ര മത്സരങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്? ടോട്ടൽ ഞാൻ 2 ഐറ്റത്തിന് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. കോളേജിൽ നിന്നൊക്കെ എങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ് അല്ലേ? കോളേജ് കാരണമാണല്ലോ ഞാൻ ഇവിടെ നിൽക്കണേ. ഈ ചേർത്ത് പിടിക്കുന്ന ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടത് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പള് ഡോക്ടർ കെ സതീഷ് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ 2nd സെമസ്റ്ററിലും 3rd സെമസ്റ്ററിലും ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ജെയ്സൽ സാർ ആയിരുന്നു, പൊളിറ്റിക്സിന്റെ. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് 1st സെം മുതൽ ഇത് 4th സെം വരെ ഇപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മലയാള അധ്യാപിക അശ്വിനി മാം.
അതുപോലെ തന്നെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാറാണ് ഇർഷാദ് സാറ്. അതുപോലെ രമ്യ മിസ് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുപരി എന്നെ എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എൻ്റെ ബർത്ത് മുതൽ ഇപ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ പാരൻസ്, എൻ്റെ ഉമ്മച്ചിയാണ് ഇന്ന് എൻ്റെ കൂടെ വന്നേക്കുന്നത്. എല്ലാ പരിപാടിയിലും എൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവാറുണ്ട്. ഉപ്പ പുറത്താണ്, ഉപ്പയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവാറുണ്ട്. ഐ ഹാവ് എ സിസ്റ്റർ, ഷീസ് മാരീഡ് ആൻഡ് അവരും അവരുടെ എന്താ പറയുക എൻ്റെ ബ്രദർ ഇൻ ലോവും ഒരു കുഞ്ഞു ബേബിയൊക്കെ ഉണ്ട്. എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. ത്യാഗമല്ലിക